ലാൽകുമാർ, ഒരു മിനിറ്റിൽ താങ്കൾ അത് പൂർത്തിയാക്കുക. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അതെ, എനിക്ക് ക്ലിയറായിട്ട് അറിയാതെ ഞാൻ പറഞ്ഞു നോക്കൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ജുഡീഷ്യസ് പെൻഡിങ് എന്ന് വെച്ചാൽ ജുഡീഷ്യസ് പെൻഡിങ് എന്നുള്ള സാധനമാണ് ഞാൻ ഉപയോഗിച്ച വാക്ക്. ഇത് ഒരു റോങ് നറേറ്റീവ് കൊണ്ടുവരാനായിട്ട് കേരളത്തിൽ കുറേ നാളുകളായി നടക്കുന്നുണ്ട്. നോക്കൂ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് അവരുടെ ഇപ്പോഴത്തെ ഭരണസമിതി. ഏറ്റവും നന്നായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നോക്കൂ, കഴിഞ്ഞ മണ്ഡലകാലവും അതിൻ്റെ മുമ്പത്തെ മണ്ഡലകാലത്തൊക്കെ ഒരു പ്രശ്നവും വരാതെ ഈ വന്ന അയ്യപ്പ ഭക്തന്മാരെല്ലാം വളരെ നല്ല ക്രമീകരണങ്ങൾ അവിടെ നടത്തി എന്ന് പറയുകയും ഹൈക്കോടതി പോലും അതിനകത്ത് വളരെ പോസിറ്റീവായിട്ട് കണ്ടിട്ടിരുന്നൊരു കാലത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. അത് പ്രശാന്തിൻ്റെ റോൾ ഒട്ടും ചെറുതല്ല. ഇതിനകത്ത് ടാർഗറ്റ് എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ ഞാൻ അതിനെ കാണുന്നത് പ്രശാന്ത് UDFൻ്റെ ഭാഗമായി നിന്നൊരാളാണ്. അദ്ദേഹം LDFിൽ വരുന്നു. LDF അദ്ദേഹത്തെ അല്ലെങ്കിൽ LDFും CPM അദ്ദേഹത്തിൽ കോൺഫിഡൻസിലെടുക്കുന്നു. അദ്ദേഹത്തിന് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള റോൾ കൊടുക്കുന്നു. അതിൽ അദ്ദേഹം ഒരു ഷൈനിങ് സ്റ്റാറായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം വളരെ റെസ്പോൺസിബിളായിട്ട് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് UDFിനുണ്ടാക്കുന്ന രാഷ്ട്രീയമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്.